വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോറി, നമ്മൾ 3ാമത്തെ ചാപ്റ്റർ അല്ല, മാറിപ്പോയതാണ്. ചാപ്റ്ററിന്റെ പേര് വന്നിട്ട് ഏതാണ്? 5ാമത്തെ ചാപ്റ്റർ ആണ് ട്ടാ. 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ 3 സെക്ടേഴ്സ്. ഇന്ത്യൻ എക്കോണമിക്ക് 3 സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ സവിശേഷത ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതില് ആദ്യത്തെ സെക്ടറിന്റെ പേര് പ്രൈമറി സെക്ടർ, രണ്ടാമത്തെ സെക്ടറിന്റെ പേര് സെക്കൻഡറി സെക്ടർ, മൂന്നാമത്തെ സെക്ടറിന്റെ പേര് എന്താണ്? ടെറിഷറി സെക്ടർ ആണ്. ഓരോ സെക്ടറും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫീച്ചേഴ്സ് ഏതെങ്കിലും ഒരു സെക്ടർ എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയണത് നോക്കിയേ, എക്സ്പ്ലെയിൻ അബൌട്ട് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. അതായത് പ്രൈമറി സെക്ടറിനെ പറ്റിയും സെക്കൻഡറി സെക്ടറിനെ പറ്റിയും ടെറിഷറി സെക്ടറിനെ പറ്റിയും ഒരു എക്സ്പ്ലനേഷൻ, വിശദീകരണമാണ് ചോദിച്ചേക്കുന്നത്. ഇതല്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഒരു സെക്ടറിന്റെ പ്രൈമറി സെക്ടർ തന്നിട്ട് അതിന്റെ ഫീച്ചർ ഏതാണെന്ന് ചോദിക്കാം. പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങള് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ദോസ് ആക്ടിവിറ്റീസ് എന്താണ്? യൂട്ടിലൈസ് ദ നാച്ചുറൽ റിസോഴ്സ് ഡയറക്ട്ലി. നമ്മുടെ ഇവിടെ കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സ് ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സെക്ടർ ആണ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ. എന്താണ് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാല്? നമ്മുടെ ഇവിടെ കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്ന സെക്ടറുകളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഈ പ്രൈമറി സെക്ടറിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്? എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, കാർഷിക പ്രവർത്തനങ്ങളെല്ലാം വരുന്നുണ്ട്. ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ ഫിഷിങ്, ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെ. ഇപ്പൊ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസും ആനിമൽ ഹസ്ബൻഡറിയും ഫിഷിങ്ങും ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? പ്രൈമറി സെക്ടറിന്റെ എക്സാമ്പിൾ ആണ്. എന്നാൽ ഈ ഒരു പ്രൈമറി സെക്ടർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൃഷിക്കാണ്, അഗ്രികൾച്ചറിനാണ്. അതുകൊണ്ട് ഈ പ്രൈമറി സെക്ടറിനെ മറ്റൊരു പേരിൽ വിളിക്കും. ആ പേരാണ് എന്ത് പറയുന്നത്? അഗ്രികൾച്ചറൽ സെക്ടർ. ഓക്കെ, പ്രൈമറി സെക്ടർ നമ്മൾ പറഞ്ഞു. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ റിസോഴ്സ് ഡയറക്ട്ലി ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അഗ്രികൾച്ചർ ആയതുകൊണ്ട് തന്നെ ഈ സെക്ടറിനെ ഏത് പേരിൽ വിളിക്കാം? അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് വിളിക്കാം. ഈ സെക്ടറിനെ എന്ത് പേരിൽ വിളിക്കാം? അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് വിളിക്കാം. എക്സാമ്പിൾ ഏതൊക്കെയാന്നൊക്കെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഫോറസ്ട്രി, ഫിഷിങ്, മൈനിങ്, അഗ്രികൾച്ചർ, ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? പ്രൈമറി സെക്ടറിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡറി സെക്ടർ ആണ്. സെക്ടർ ആണ് സെക്കൻഡറി സെക്ടർ ആണ്. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ ഇവര് മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നത്? ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് ആണ്. വ്യവസായം, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഏത് സെക്ടറിൽ വരുന്നത്? സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. അതായത് ഇറ്റ് ഇൻവോൾവ് പ്രോസസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം ദി പ്രൈമറി സെക്ടർ ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അതായത് നമ്മൾക്ക് പ്രൈമറി സെക്ടറിൽ നിന്ന് റോ മെറ്റീരിയൽസ് ലഭിക്കും. ആ റോ മെറ്റീരിയൽസിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നത് ഏത് സെക്ടറിൽ വെച്ചിട്ടാണ്? സെക്കൻഡറി സെക്ടറിലാണ്. അതാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി വരുന്നത് പറഞ്ഞത് കേട്ടോ. വ്യവസായവും മാനുഫാക്ചറിംഗ് ഒക്കെ വരുന്നെന്ന് പറയാൻ കാരണം നമുക്ക് പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നത് ഏത് സെക്ടറിലാണ്? സെക്കൻഡറി സെക്ടറിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സെക്കൻഡറി സെക്ടറിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അതുകൊണ്ട് സെക്കൻഡറി സെക്ടറിനും വേറൊരു പേരുണ്ട്. എന്താണ് ആ പേര്? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കും. എക്സാമ്പിൾ വന്നിട്ട് ഏതൊക്കെയാണ്? ഇലക്ട്രിസിറ്റി, ഗ്യാസ് മാനുഫാക്ചറിങ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഇലക്ട്രിസിറ്റിയും പറഞ്ഞു, പിന്നെ പറയുന്നത് ഏതാണ്? ഗ്യാസ് മാനുഫാക്ചറിങ് ആണ്. ഓക്കെ, ഗ്യാസും പറയുന്നുണ്ട്, മാനുഫാക്ചറിങ്ങും പറയുന്നുണ്ട്. ഓക്കെ, പ്രൈമറി സെക്ടർ ആണെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചറിനും, സെക്കൻഡറി സെക്ടർ ആണെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇൻഡസ്ട്രിക്കുമാണ്. അടുത്ത സെക്ടർ ആണ് ടെറിഷറി സെക്ടർ. ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ് ആദ്യം പറയുന്നത്. എന്താണ്? സർവീസ് സെക്ടർ എന്ന് പറയും. Tertiary sector through its activities make more efficient the economic activities related to storing and marketing. Main point ട്ടാ. ടെറിഷറി സെക്ടർ ചെയ്യണത് ഈ ഉൽപ്പാദിപ്പിച്ച സംഭവത്തെ സ്റ്റോർ ചെയ്യണതും മാർക്കറ്റ് ചെയ്യണതും ഒക്കെ ഏത് സെക്ടറിലാണ്? ടെറിഷറി സെക്ടറിലാണ്. ഓക്കെ, ഹെൽത്തിനും എഡ്യൂക്കേഷനും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ടെറിഷറി സെക്ടർ ആണ്. ആയതിനാൽ തന്നെ ഈ ഒരു സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്
സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതെല്ലാം വരുന്നത് സർവീസ് സെക്ടറിലാണ്. അപ്പൊ നമ്മൾ ആദ്യം 3 സെക്ടേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സെക്ടറിനെ ഏത് പേരിൽ വിളിക്കും? അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നു. നമ്മളെ സെക്കൻഡറി സെക്ടർ ആണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാ? ഇൻഡസ്ട്രിക്കാണ്. അതുകൊണ്ട് എന്ത് പേരിൽ വിളിക്കുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നു. ഇനി ടെറിഷറി സെക്ടർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സർവീസിനാണ്. അതുകൊണ്ട് ഏത് പേരിൽ വിളിക്കപ്പെടുന്നു? സർവീസ് സെക്ടർ എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഒരു എക്കോണമിയിലെ മെയിൻ ആയിട്ടുള്ള എക്കോണമിക് ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനം എന്തൊക്കെയാണ്? എക്കോണമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്നാമത് പ്രൊഡക്ഷൻ ആണ്. ഒരു എക്കോണമിയിലെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നാമത്തെ എന്താണ്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനമാണ്. രണ്ടാമത്തെ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ, വിതരണമാണ്. മൂന്നാമത്തെ എന്താണ്? കൺസംഷൻ, ഉപഭോഗമാണ്, ഉപയോഗിക്കലാണ് ട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസെപ്ഷൻ. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ വരേണ്ടത് ഈ 3 പേരുടെ പേരുകളാണ്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസെപ്ഷൻ. ഇത് 3ഉമാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് ബൈ യൂട്ടിലൈസിംഗ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനെ നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്ത് നിർമ്മിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ആ ഒരു പ്രോസസ്, ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ. സാധനങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് പ്രൊഡക്ഷൻ എന്നാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഉണ്ടാക്കിയ വസ്തുക്കളെല്ലാം വിതരണം ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇനി ഈ സംഭവം വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? കൺസപ്ഷൻ എന്ന് പറയാം. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ ആണ്. അത് നാട്ടിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് എന്തായി? ഡിസ്ട്രിബ്യൂഷൻ ആയി. അത് നമ്മളായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തായത്? കൺസപ്ഷൻ ആയി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ വരുമാനം. ദേശീയ വരുമാനം എന്ന് പറഞ്ഞ ടേം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടേം എന്താണ്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മൊത്തം മണി വാല്യൂ, അതിന് വിളിക്കുന്ന പേരാണ് നാഷണൽ ഇൻകം. അപ്പൊ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാല് ഒരു അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്തൊക്കെ വസ്തുക്കളാണോ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കുന്നത് അതിന്റെ മൊത്തം മണി വാല്യൂനെ വിളിക്കുന്ന പേരാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഒരു അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴാണ്? ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യണത് ഏപ്രിൽ 1 മുതൽ എന്ന് വരെ ഉണ്ടായിരിക്കും? മാർച്ച് 31 വരെ ഉണ്ടായിരിക്കും. ഈ ഒരു കാലയളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ടോട്ടൽ മണി വാല്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? ഏപ്രിൽ 1 മുതൽ എന്ത് ചെയ്യണത് എന്നാണ് പറഞ്ഞേക്കുന്നത്? മാർച്ച് 31 വരെയുള്ള കാലയളവിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ള എന്തൊക്കെ വസ്തുക്കളോ ഗുഡ്സ് ആൻഡ് സർവീസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതിന്റെ മൊത്തം മണി വാല്യൂനെ വിളിക്കുന്ന പേരാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്? ഓരോ നാഷണൽ ഇൻകം കണക്കാക്കുന്നുണ്ടല്ലോ, അത് എന്തിനാണെന്നാണ് ക്വസ്റ്റ്യൻ ട്ടാ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്ടാ. നാഷണൽ ഇൻകത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കണത്? ഒരു രാജ്യം സാമ്പത്തികപരമായിട്ട് വളർന്നാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പുറകോട്ടാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമുക്ക് എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് നോക്കണമെങ്കിൽ ഏത് കാൽക്കുലേറ്റ് ചെയ്യണം? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം.
രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഓരോ സെക്ടേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻസ് അറിയണം. നമ്മൾ 3 സെക്ടേഴ്സ് ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞില്ലേ, ഏതൊക്കെ സെക്ടേഴ്സ് ആണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. ഈ 3 പേര് സെക്ടേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ നാഷണൽ ഇൻകത്തിലൂടെ എത്രത്തോളം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആരാണ് കോൺട്രിബ്യൂഷനിൽ പുറകിലുള്ളത്, ആ കോൺട്രിബ്യൂഷൻസ് അറിയണമെങ്കിൽ നമുക്ക് ഏത് കാൽക്കുലേറ്റ് ചെയ്യണം? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന് പ്ലാൻസ് പ്രൊജക്ട്സുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സഹായിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏത് പ്ലാൻസ് ആണ് ഇറക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്ലാൻസ് ആണ് ഇനി മുതൽ രൂപീകരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു ഡാറ്റയാണ് നാഷണൽ ഇൻകം. അതുകൊണ്ട് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്ന പോയിന്റ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ കൺട്രി. കമ്പയർ ദി എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞേക്കുന്നത് ഓരോ രാജ്യത്തിന്റെയും എക്കണോമിക് സ്റ്റാറ്റസ് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കാണണം? നാഷണൽ ഇൻകം കാണണം. ഇപ്പൊ നോക്കുകയാണ്, നമ്മുടെ രാജ്യത്തെക്കാളും ആരാണ് മുന്നിൽ നിൽക്കുന്നത് എക്കണോമിക്കൽ പരമായിട്ട്, ആരാണ് എക്കണോമിക് ഗ്രോത്ത് കൈവരിച്ചേക്കുന്നത്, ആർക്കാണ് നമ്മളെക്കാളും കുറവുള്ളത് എന്ന കാര്യങ്ങൾ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കാനായിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഓരോ ആളുകളുടെ ചെലവുകളും എത്രത്തോളം ആണെന്ന് തിരിച്ചറിയാനും നമ്മൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യണം? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ എക്കോണമിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും, എവിടെയാണ് അവരുടെ ശക്തി, എവിടെയാണ് അവർ കുറഞ്ഞു നിൽക്കുന്നത്, വീക്കായി നിൽക്കുന്നത്, ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നാഷണൽ ഇൻകം കാണണം. ഏതെങ്കിലും ഒരു 4 പോയിന്റ് വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ ഇതാണ് എന്ത് നാഷണൽ ഇൻകം കാണാനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ഈ നാഷണൽ ഇൻകം എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയെല്ലാം നമുക്ക് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം കേട്ടാ. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഭാഗമാണ്. നമുക്ക് 3 മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാണാം. ഓക്കെ, 3 മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാണാം. ഒന്നാമത്തെ മെത്തേഡ് പ്രൊഡക്റ്റ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ്. അപ്പൊ നമുക്ക് 3 രീതിയിലൂടെയാണ് നാഷണൽ ഇൻകം കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് പേരെന്താണ്? പ്രൊഡക്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് പേരെന്താണ്? ഇൻകം മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് പേരെന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ മെത്തേഡാണെന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് മെത്തേഡ് പറഞ്ഞു, ഇൻകം മെത്തേഡ് പറഞ്ഞു, എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറഞ്ഞു. 3 മെത്തേഡാണ് ഉള്ളത്. അപ്പൊ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 മെത്തേഡാണ് ഉള്ളത്. ഓരോ മെത്തേഡും എന്താണെന്ന് വിശദീകരിച്ച് തരാം. ആദ്യം പറയുന്നത് പ്രൊഡക്റ്റ് മെത്തേഡാണ്. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് നമ്മൾ എന്താ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്? ഓരോ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓരോ സെക്ടറും ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഫൈനൽ വാല്യൂ, ഓക്കെ, അതിന്റെ മണി വാല്യൂ നമ്മൾ എടുക്കണ്ട. നമ്മൾ ഏതൊക്കെ സെക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രൈമറി സെക്ടർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രൈമറി സെക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞേക്കണത് സെക്കൻഡറി സെക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞേക്കണത്? ടെറിഷറി സെക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ സെക്ടേഴ്സും ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഓരോ സെക്ടേഴ്സും ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഏത് മെത്തേഡിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് മെത്തേഡിലെ നാഷണൽ ഇൻകം. ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് മെത്തേഡിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്? ഈ 3 സെക്ടേഴ്സിനാണ്. ഈ 3 സെക്ടേഴ്സും ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ട്. ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രൊഡക്റ്റ് മെത്തേഡിലെ നാഷണൽ ഇൻകം. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡ് പറയട്ടെ, ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ അറിയാലോ. ഈ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ലാൻഡ്, പിന്നെ ആരാണ്? ലേബർ, പിന്നെ ആരാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ക്യാപിറ്റൽ. അത് കഴിഞ്ഞിട്ട് ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം എന്ത് ലഭിക്കുന്നുണ്ട്? റിവാർഡ്, പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ലാൻഡിന് കിട്ടുന്ന റിവാർഡ് ആണ് ഇത് റെന്റ് എന്ന് പറയുന്നത്, വാടക. ലേബറിന് കിട്ടുന്ന എന്താണ്? വേജ്. ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡ് ഏതാണ്? ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ റിവാർഡുകൾ തമ്മിൽ ആഡ് ചെയ്യണ്ട. ഇത് നോക്കിയേ, റെന്റ് ആഡ് ചെയ്തു, പിന്നെന്താണ്? വേജ് ആഡ് ചെയ്തു, ഇൻട്രസ്റ്റ് ആഡ് ചെയ്തു, പ്രോഫിറ്റ് ആഡ് ചെയ്തു. ഇത് 3 ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഏത് മെത്തേഡിലെ നാഷണൽ ഇൻകം? ഇൻകം മെത്തേഡിലെ നാഷണൽ ഇൻകം.
ഓക്കെ. ഇപ്പൊ ഇൻകം മെത്തേഡ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന റിവാർഡുകൾ തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇൻകം മെത്തേഡിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് മെത്തേഡിൽ അപ്പൊ എന്തായിരുന്നു? ഓരോ സെക്ടേഴ്സ് ഉണ്ട്. ഓരോ സെക്ടേഴ്സിനും ഉത്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രൈമറി സെക്ടറിലെ എന്തെന്ന് പറയുന്നത്, സോറി പ്രൊഡക്റ്റ് മെത്തേഡിലെ നാഷണൽ ഇൻകം. ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെക്ടേഴ്സ് അല്ല പറയുന്നത്, ആരെ പറ്റിയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും റിവാർഡാണ്. ഓരോ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനും കിട്ടുന്ന റിവാർഡുകൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഏത് മെത്തേഡിലെ നാഷണൽ ഇൻകം? ഇൻകം മെത്തേഡിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എക്കോണമിക് ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലവുകൾ. ഒരു എക്കോണമിയിൽ ഉണ്ടാവുന്ന എല്ലാ ചെലവുകളും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് നാഷണൽ ഇൻകം. ഒരു എക്കോണമിയിൽ ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ നാഷണൽ ഇൻകം. ഈ ചെലവെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ചെലവുകള് 3 ടൈപ്പ് ചെലവാണ് നമുക്ക് ഉണ്ടാവും. ഏതൊക്കെയാണ്? ഒന്ന് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. ഒന്ന് എന്താണ്? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തെ പറയുന്നത് എന്താണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് എന്ത് എക്സ്പെൻഡിച്ചർ വരാം? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ വരാം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാകുമ്പോൾ നമ്മുടെ എന്താണ് കയ്യിൽ നിന്ന് പൈസ നിക്ഷേപത്തിലേക്ക് ഇടുമ്പോൾ ആ ചെലവിനെ വിളിക്കുന്ന പേര് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാണിജ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ചെലവിനെ വിളിക്കുന്ന പേര് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ 3 ടൈപ്പ് എക്സ്പെൻഡിച്ചർ ടീച്ചർ പറഞ്ഞു. ഏതൊക്കെയാണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. പിന്നെ നമ്മൾ പറഞ്ഞ എക്സ്പെൻഡിച്ചർ എക്സ് മൈനസ് എം എന്ന് പറഞ്ഞ ടേം ആണ്. എക്സ് മൈനസ് എം എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട്, എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്. എക്സ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് പൈസ ചെലവാകുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുമ്പോഴും പൈസ ചെലവാകുന്നുണ്ട് അല്ലെ. ആ ചെലവിനെ വിളിക്കുന്ന പേരാണ് എക്സ് മൈനസ് എം എന്ന് പറയുന്നത്. ആ ചെലവും കൂടി ആഡ് ചെയ്യണം. അപ്പൊ എത്ര ചെലവായി ഇപ്പൊ ടീച്ചർ പറയണത്? 4 ചെലവുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ നാഷണൽ ഇൻകം. ഏതൊക്കെ ചെലവുകളാണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പറഞ്ഞു, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പറഞ്ഞു. ഇത് കൂടാണ്ട് ആരും കൂടി കുറയ്ക്കണം, എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ച് കിട്ടുന്ന ചെലവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏത് മെത്തേഡിലെ നാഷണൽ ഇൻകം? എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ നാഷണൽ ഇൻകം. അപ്പൊ നമുക്ക് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 മെത്തേഡ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ആണ് പ്രൊഡക്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഇൻകം മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 3 സെക്ടേഴ്സിനാണ്. ഇൻകം മെത്തേഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതിന്റെ റിവാർഡുകൾക്കാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ 4 എക്സ്പെൻഡിച്ചറുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ് 4 എക്സ്പെൻഡിച്ചർ? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, പിന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, പിന്നെ എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ചത്. അതും കൂടി ആഡ് ചെയ്താലാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ നാഷണൽ ഇൻകം കിട്ടുന്നത്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസുകൾ ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം GDP, GNP, NNP ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫുൾ ഫോം പഠിച്ചു വെക്കണം. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അല്ലെ. ഈ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ്. നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളില്, നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന പ്രദേശങ്ങളെല്ലാം നമുക്ക് എന്ത് പറയാം? ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിലാണെന്ന് പറയാം അല്ലെ. ആ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളില് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം മണി വാല്യൂ ആണ് എന്ന് പറയുന്നത് GDP. ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉള്ളിലാണ് കേട്ടോ. ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉള്ളിൽ ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉള്ളില് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം വാല്യൂ, മണി വാല്യൂനെ വിളിക്കുന്ന പേരാണ് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എബ്രോഡില്
പുറത്താരെങ്കിലും ഏതൊരു പുറം നാട്ടിൽ ആരെങ്കിലും നമ്മുടെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടെങ്കിലോ അവിടുത്തെ വരുമാനം ഒന്നും നമ്മൾ എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല, GDP കാൽക്കുലേറ്റ് ചെയ്യില്ല. GDP കാൽക്കുലേറ്റ് ചെയ്യുക നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളില് അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളില് എന്തൊക്കെ വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നുണ്ടോ അതിന്റെ മൊത്തം മണി വാല്യൂ മാത്രമേ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, GDP കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. എന്നാൽ എബ്രോഡിലുള്ള കാര്യങ്ങളൊന്നും എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല, GDP കാൽക്കുലേറ്റ് ചെയ്യില്ല. എന്നാൽ GNP അങ്ങനെയല്ല. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യണത്, ഇന്ത്യയുടെ GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണത്, നമ്മുടെ ഇവിടെ ഇന്ത്യയിലത്തെ കാര്യം, നമ്മുടെ ഇന്ത്യയിലത്തെ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, എന്ത് കാര്യം കൂടി പറയുന്നുണ്ട്, എബ്രോഡിൽ നമ്മുടെ വല്ല ഇന്ത്യൻ ഫേംസുകളോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ വരുമാനമോ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും, GNP ഇൻക്ലൂഡ് ചെയ്യും. GDP എന്ത് ഇൻക്ലൂഡ് ചെയ്യില്ലായിരുന്നു, GDP അബ്രോഡിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ GDP ഇൻക്ലൂഡ് ചെയ്യില്ല. GNP അങ്ങനെയില്ല, ഇവിടെയുള്ളതും ഇൻക്ലൂഡ് ചെയ്യും, അബ്രോഡ് ഉള്ളതും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് GNP. പക്ഷേ GNP ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യം എന്ന് പറയുന്നത് ഇൻകം ഏൺഡ് ഫ്രം ഇന്ത്യ ബൈ ഫോറിൻ നാഷണൽ ആൻഡ് ഫോറിൻ ഫേംസ്. നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ ഏതെങ്കിലും ഫോറിൻ ഫേംസുകളോ ഏതെങ്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം, അവരിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒന്നും GNP ഇൻക്ലൂഡ് ചെയ്യില്ല. ഇന്ത്യക്കാരെ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, GNP ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടത്തെ എടുക്കും അതേപോലെ തന്നെ എബ്രോഡ് കേസും ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു, GNP ഇൻക്ലൂഡ് ചെയ്യുന്നു. പക്ഷെ എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, GDP ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടന്റ് ടേം ആണ് NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് NNP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് അതിന് റെഗുലർ യൂസ് ഒരുപാട് വട്ടം അത് ഉപയോഗിച്ചെന്ന് വിചാരിക്കാം. ഒരുപാട് വട്ടം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും, വിയർ ആൻഡ് ടിയർ സംഭവിക്കും, തേയ്മാനം സംഭവിക്കും, അതായത് ചീത്താവാൻ തുടങ്ങും. അപ്പൊ നമ്മൾക്ക് ആദ്യം വാങ്ങിച്ച പൈസയിൽ തന്നെ ഈ സംഭവം പിന്നെ വിൽക്കാൻ പറ്റുമോ, ഇല്ല. അതൊന്നും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചും കൂടി പൈസയൊക്കെ ചെലവാകും. ആ ചെലവിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള വസ്തു എന്താണ്, വിയർ ആൻഡ് ടിയർ സംഭവിച്ച് ചീത്തായിക്കൊണ്ടിരിക്കുകയാണ്. ആ നമ്മൾ വേറൊരാൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു, നമ്മൾ വാങ്ങിച്ച വസ്തു വേറൊരാൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു. വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ആ സംഭവം ചീത്തായ വസ്തുക്കളൊക്കെ ഒന്ന് മാറ്റി മോഡിഫൈ ചെയ്യാൻ തീരുമാനിച്ചു. മോഡിഫൈ ചെയ്യണമെങ്കിൽ അത് വാങ്ങിക്കാൻ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ ചെലവാകും അല്ലെ. ആ ചെലവിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ NNP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, മൊത്തം GNPയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, ഡിപ്രിസിയേഷൻ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാല് NNP കാണുന്നത് എങ്ങനെയാണ്, GNPയിൽ നിന്ന് എന്ത് കുറയ്ക്കണം എന്നാ പറഞ്ഞേക്കണത്, ഡിപ്രിസിയേഷൻ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് NNP എന്ന് പറയുന്നത്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്ത് കുറയ്ക്കണതാണ്, GNPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് NNP. ഓക്കെ, മറ്റൊരു 2 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പെർ ക്യാപിറ്റ ഇൻകം. എങ്ങനെയാണ് പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നത്, പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണത് നമ്മുടെ നാഷണൽ ഇൻകത്തെ മൊത്തം ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പൊ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഈ ഇക്വേഷൻ പഠിക്കണം. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അത് പഠിക്കണം കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, പെർ ക്യാപിറ്റ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്, ഡിവൈഡിങ് ദ നാഷണൽ ഇൻകം. നമ്മൾ നാഷണൽ ഇൻകത്തെ ഡിവൈഡ് ചെയ്യണം എന്ത് വെച്ചിട്ട്, ഒരു രാജ്യത്തിന്റെ മൊത്തം പോപ്പുലേഷൻ വെച്ചിട്ട് ദേശീയ വരുമാനത്തെ ഡിവൈഡ് ചെയ്താല് കിട്ടുന്നതാണ് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് പറഞ്ഞ പോലെ തന്നെ അതേ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനും കേട്ടോ. ലിമിറ്റേഷൻസ് ഇൻ മെഷറിംഗ് ദ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് വരാറുണ്ട്. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ്? ഒന്നാമത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടണമെന്നില്ല, കൃത്യമായിട്ടുള്ള ഡാറ്റ എപ്പോഴും ലഭിക്കണമെന്നില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഡബിൾ കൗണ്ടിങ് വരാറുണ്ട്, ഒന്നിൽ കൂടുതൽ തവണ കൗണ്ട് ചെയ്യണ അവസ്ഥ. അതാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്, അത് ലിമിറ്റേഷൻ ആണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നമ്മള് സെൽഫ് കൺസപ്ഷന് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വാല്യൂ ഒന്നും എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യണില്ല, നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല.
ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് മാർക്കറ്റിൽ നമുക്ക് വിപണികളിൽ എന്താണ് വാല്യൂ കൊടുക്കാത്ത വസ്തുക്കളെ ഒന്നും നമ്മൾ എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോ കണക്കാക്കുന്നില്ല. ലാസ്റ്റ് പോയിന്റ് വീട്ടമ്മമാരുടെ വർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ മൂല്യം ഇതൊന്നും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അവരുടെ വർക്ക് ഒന്നും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം നാഷണൽ ഇൻകത്തിന്റെ പോരായ്മകളാണ്. അപ്പൊ എന്തൊക്കെയാണ് നാഷണൽ ഇൻകത്തിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്? ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കിട്ടുന്നില്ല, ഡബിൾ കൗണ്ടിങ് വരുന്നുണ്ട്, സെൽഫ് കൺസപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ മാർക്കറ്റിൽ വാല്യൂ കൊടുക്കാത്ത വസ്തുക്കൾക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആ വസ്തുക്കളെ ഒന്നും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് പോയിന്റ് ഹൗസ് ഹോൾഡ് വർക്കിന്റെ വാല്യൂ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിന്റെ വാല്യൂ എന്തിനും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, നാഷണൽ ഇൻകം നമ്മൾ കണക്കാക്കുമ്പോൾ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, രണ്ട് സെക്ടേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. രണ്ട് സെക്ടേഴ്സ് പറയുകയാണ്. എംപ്ലോയ്മെന്റ് സെക്ടറിലെ രണ്ട് സെക്ടേഴ്സ് ആണ്. ഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്, അതേപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്. ഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാല് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് സെക്ടർ ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് പറയാം, ഇത് രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്തായിരിക്കും, അൺരജിസ്റ്റേർഡ് ആണ്. അത് രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ എന്തായിരിക്കും, അൺരജിസ്റ്റേർഡ് ആണ്. ഇത് അൺഓർഗനൈസ്ഡ് സെക്ടർ കേട്ടാ. ഇനി ഓർഗനൈസ്ഡ് സെക്ടറിൽ പെർമനന്റ് ആയിട്ടുള്ള ജോബ് നമുക്ക് കിട്ടും, കുറച്ചും കൂടി സുരക്ഷയേറിയതാണ്. പെർമനന്റ് ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോബ് ആയിരിക്കും ആര് പ്രൊവൈഡ് ചെയ്യണത്, ഓർഗനൈസ്ഡ് സെക്ടർ പ്രൊവൈഡ് ചെയ്യണത്. എന്നാ അൺഓർഗനൈസ്ഡ് സെക്ടർ പ്രൊവൈഡ് ചെയ്യണ എങ്ങനത്തെ ജോബ് ആയിരിക്കും, നോട്ട് പെർമനന്റ് ആയിരിക്കും, ടെമ്പററി ആയിരിക്കും. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഈ ജോബ് ഉണ്ടാവും, നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല, എക്കാലവും ഈ ജോബ് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. അതാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ജോബ്. പിന്നെ പറയുന്നത് ഓർഗനൈസ്ഡ് സെക്ടറിലെ ജോബുകൾക്കെല്ലാം നമുക്ക് എങ്ങനത്തെ സാലറി ആയിരിക്കും ലഭിക്കുക, ഹൈ സാലറി ആണ്. കുറച്ചുകൂടി സാലറി എന്താണ്, ഉയർന്ന സാലറി ആണ് ലഭിക്കുന്നത്. എന്നാൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ എങ്ങനെയാണ്, കമ്പാരിറ്റീവ്ലി ലോ ആണെന്നാണ് പറയുന്നത് കേട്ടാ. ഇനി ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഏത് ആളുകൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും എന്താണ്, ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, സുരക്ഷ ഉണ്ടായിരിക്കും. എന്നാൽ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ സുരക്ഷ എന്താണ്, ലാക്ക്, കുറവാണ്. ഒരു സെക്ടർ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ സെക്ടർ സിമ്പിൾ ആയിട്ട് എഴുതാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, രജിസ്റ്റേർഡ് എംപ്ലോയിഡ് സെക്ടർ ആണ്. അവിടെ പെർമനന്റ് ജോബ് ആണ്, കുറച്ചുകൂടി ഹൈ സാലറി ലഭിക്കുന്നു, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, അൺരജിസ്റ്റേർഡ് എംപ്ലോയ്മെന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നോ അഷുറൻസ് ഓഫ് പെർമനന്റ് ജോബ് ആണ്, ലോ സാലറി ആണ്, അതേപോലെ തന്നെ എന്താണ്, ലാക്ക് ഓഫ് ജോബ് സെക്യൂരിറ്റി ആണ്. ജോബ് സെക്യൂരിറ്റി അവിടെ എന്താണ്, കുറവാണ്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യണത്, എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു ഏരിയ ആണ് അല്ലെ, നമുക്ക് ഒരു അഷുറൻസ് ഉള്ള ഒരു സേഫ്റ്റി ഇല്ലാത്ത ഏരിയ ആണ് അല്ലെ. അപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും, അൺസേഫ് വർക്കിംഗ് പ്ലേസ് ആണ്. അവരുടെ വർക്കിംഗ് പ്ലേസ് തന്നെ സേഫ് അല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വർക്കിംഗ് അവർ ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് വർക്ക് പ്രഷറും വർക്കിംഗ് അവർ ഒക്കെ എവിടെ കൂടുതലായിരിക്കും, അൺഓർഗനൈസ്ഡ് സെക്ടറിൽ കൂടുതലായിരിക്കും. വേജ് ആണെങ്കിലോ കൂലിയാണെങ്കിലോ നമ്മൾ ഒരുപാട് ടൈം പണിയെടുക്കേണ്ടി വരും. എന്നതിനനുസരിച്ച് കൂലി കിട്ടില്ല, ലോ വേജ് ആണ്. അതേപോലെ ബാക്ക്വേർഡ്നെസ് ആണ്. അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അവിടെ എല്ലാത്തരം ഓപ്പർച്യൂണിറ്റീസും അവർക്ക് എന്തായിരിക്കും, കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും പ്രോബ്ലംസ് ആണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ അവര് ഫേസ് ചെയ്യുന്നത്. രണ്ടാമത്തത് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ആക്ടുകൾ ഇറക്കിയിട്ടുണ്ട്. ആ ഓരോ ആക്ട് ആണ് പറയുന്നത്. ഒന്നാമത് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008 ആണ്. ഈ ലോ പ്രകാരം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുപാട് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് കെയർ, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന്റെ ഹെൽത്ത് കെയറിനും മറ്റേണിറ്റി ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും ഓൾഡ് ഏജ് പ്രൊട്ടക്ഷൻ, വയസ്സായ ആൾക്കാരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, വീടിന് വേണ്ടി, മറ്റ് സോഷ്യൽ സെക്ടർ ബെനിഫിറ്റ്സ് എല്ലാം കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയ ആക്ട് ആണ് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008. ഏതെങ്കിലും ഒരു ആക്ടിനെ പറ്റി എക്സാമിന് ചോദിക്കൂട്ടാ, ഏതെങ്കിലും ഒരു ആക്ടിനെ പറ്റി വിശദീകരിക്കാൻ പറയും.
ഒരു ആക്ട് ആണ് ഇത് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008. ഈ ആക്ട് പ്രകാരം എന്താണ് പറയുന്നത്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുപാട് പോളിസീസ് ഇറക്കിയിട്ടുണ്ട്. ആ പോളിസി എന്താണ് എൻഷുർ ചെയ്യണത്? എല്ലാവർക്കും ഹെൽത്ത് കെയർ, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് ഹെൽത്ത് കെയർ, മറ്റേണിറ്റി ബെനിഫിറ്റ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഓൾഡ് ഏജ് പ്രൊട്ടക്ഷൻ, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, വേരിയസ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എല്ലാമാണ് എന്തുറപ്പ് നൽകുന്നത്? ഈ ഒരു ആക്ടിലൂടെ നമ്മുടെ ഗവൺമെന്റ് ഉറപ്പാക്കുന്നത്. ഓക്കെ, മറ്റൊരു ആക്ട് ആണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. ഇത് ഫോം ചെയ്തേക്കുന്നത് 2020-ലാണ്. ഇതായത് ഓർഗനൈസ്ഡ് ആണെങ്കിലും അൺഓർഗനൈസ്ഡ് സെക്ടറിലാണെങ്കിലും സാമൂഹ്യപരമായിട്ട് അവർക്ക് സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു ആക്ട് ആണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 എന്ന് പറയുന്നത്. അതായത് ഇതെന്താണ്? ഈ ലോ കൺഫേം ചെയ്യുന്നത് ബെനിഫിറ്റ്സ് ആണ്. കുറെ ബെനിഫിറ്റ്സുകൾ എന്താണ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? സെൽഫ് എംപ്ലോയിഡ്, ഹൗസ് കീപ്പേഴ്സ്, ഡെയിലി വേജ് ആയിട്ടുള്ള വർക്കേഴ്സ്, ഇവർക്കെല്ലാം ഒരുപാട് ബെനിഫിറ്റ്സ്, അവർക്ക് വേണ്ടിയിട്ട് കുറെ ഗുണങ്ങളാണ് ഏത് ആക്ട് പ്രകാരം കൊടുക്കുന്നത്? ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2020 കൊടുക്കുന്നത് കേട്ടാ. അതേപോലെ തന്നെ ഫിസിക്കലി മെന്റലിയും ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇവർക്കൊക്കെ ഇൻഷുറൻസ് ഒക്കെ പാസ്സാക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2020 ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ആക്ട് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക, ഏതെങ്കിലും ഒരു ആക്ട് എക്സാമിന് ചോദിക്കുക. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. 3 സെക്ടേഴ്സ് ഉണ്ട്, ആ 3 സെക്ടറും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അതേപോലെ തന്നെ നാഷണലിംഗും കാണാനുള്ള 3 മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. നാഷണലിംഗത്തിന്റെ ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ ലിമിറ്റേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. മറ്റ് ടേംസുകളുടെ GDP, GNP, NNP ഇതിനെല്ലാം ഫുൾ ഫോം പഠിക്കണം, ഇക്വേഷനും പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് സെക്ടറിന്റെയും കമ്പാരിസൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഈ പറഞ്ഞ നിയമങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാനും ചാൻസ് കൂടുതലാണ്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കാൻ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക എല്ലാവരും. താങ്ക് യു.